ആസൂത്രണ ബോർഡിലെ നിയമന വിവാദത്തിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ PSCയുടെ ഹർജിയിൽ ഹൈക്കോടതിയാണ് സ്റ്റേ നൽകിയത്. ആദ്യ റാങ്കുകാരുടെ മാർക്കും വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാലി, ഇപ്പോൾ ആസൂത്രണ ബോർഡിലെ നിയമന വിവാദത്തിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അതായത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വലിയ വിവാദമുണ്ടാക്കിയൊരു ഇഷ്യൂ ആണിത്. ആസൂത്രണ ബോർഡിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് ആദ്യ 1-2 റാങ്കുകാർക്ക് ആസൂത്രണ ബോർഡിൽ നിയമനം ലഭിച്ചു. പക്ഷേ ആ നിയമനം നിയമപരമല്ല, അവരുടെ റാങ്കിൽ ക്രമക്കേടുണ്ട് എന്നൊക്കെ ആരോപിച്ച് ചില ആളുകൾ രംഗത്തെത്തി. അപ്പോൾ ആ പരാതിക്കാരായ 3-ാം റാങ്കുകാരൻ PSCക്ക് ഒരു വിവരാവകാശ അപേക്ഷ നൽകി. ആ വിവരാവകാശ അപേക്ഷ പരിഗണിച്ച് വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവിട്ടു. അതായത് ഈ 1-2 റാങ്കുകാരുടെ പേര്, വിവരങ്ങൾ, മാർക്ക്, അഡ്രസ്സ്, വിലാസം എല്ലാ വിവരങ്ങളും ഈ വിവരാവകാശ അപേക്ഷ നൽകിയ 3-ാം റാങ്കുകാരന് കൈമാറണം എന്നുള്ളതായിരുന്നു ആ ഉത്തരവ്. ആ ഉത്തരവിൽ അന്ന് തന്നെ ചില പാകപ്പിഴകൾ PSC ചൂണ്ടിക്കാട്ടിയിരുന്നു. PSC പറഞ്ഞത് അങ്ങനെ ഒരാളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകാൻ കഴിയില്ല, വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. മാത്രവുമല്ല, PSCയുടെ കൈവശം വിവിധ റാങ്ക് പട്ടികകളിലായി കോടിക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങളും മാർക്കും എല്ലാ വിവരങ്ങളും ഉണ്ട്. അതൊക്കെ മറ്റൊരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത് PSCയുടെ സാധാരണ പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യം വരും. അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. മാത്രമല്ല, വ്യക്തിഗത വിവരങ്ങൾ കൈമാറാൻ ഒരു നിയമവും അനുവദിക്കുന്നുമില്ല. ഇതായിരുന്നു PSCയുടെ വാദം. ആ വാദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് PSC ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ആദ്യം ഹർജി എടുത്തപ്പോൾ അതിനൊരു ഡിഫക്റ്റ് പറഞ്ഞ് വീണ്ടും ഒരു ഹർജി ഇന്നലെ വീണ്ടും കൊടുത്തു. ആ ഹർജിയാണ് ഇന്ന് സിംഗിൾ ബെഞ്ച് പരിഗണിച്ചിട്ട് ഈ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. PSCയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസമാണ് ഈ ഉത്തരവ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം PSCയുടെ വാദത്തെ മുഖവിലക്കെടുത്തിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. അതിൽ ഇനി വിശദമായി വാദം കേൾക്കും. ഒപ്പം എതിർകക്ഷിയായ ഒരാൾ, അതായത് 3-ാം റാങ്കുകാരനായി വന്നയാൾ, അയാളാണ് വിവരാവകാശ അപേക്ഷ നൽകി വിവരാവകാശ കമ്മീഷനിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിച്ചത്. അയാളെയും കേസിൽ കക്ഷി ചേർത്ത് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഇന്നത്തെ കോടതി ഉത്തരവിൻ്റെ കാതലെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. അവർ ഉപയോഗിച്ചത് വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവായിരുന്നു. കാരണം ആ വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചാൽ അത് ഈ റാങ്ക് പട്ടികയിൽ ക്രമക്കേടുണ്ടാക്കി എന്ന് പ്രതീതി സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. അത് കോടതി ഇടപെട്ട് തടഞ്ഞു. 2 കാരണങ്ങളുണ്ടാകുന്നു. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഇത്തരം വ്യക്തിഗത വിവരങ്ങൾ വരില്ല. മറ്റൊന്ന്, PSCയെ സംബന്ധിച്ചിടത്തോളം PSCയുടെ മുന്നിൽ കോടിക്കണക്കിന് ആളുകളുടെ, ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ഇക്കാലം അത്രയും വന്നത് മുഴുവൻ ഉണ്ട്. അതെല്ലാം ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം വരുമായിരുന്നു. അതേതായാലും കോടതി തടഞ്ഞിരിക്കുന്നു. അതായത് സാലി, ഈ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടത്, അതായത് ഈ ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഈ പകർപ്പുകൾ നൽകണമെന്നായിരുന്നു ഈ വിവരാവകാശ കമ്മീഷന്റെ ആവശ്യം. ഇതിനെതിരെയാണ് ഈ PSC ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതായത് ഇപ്പോൾ അതിനെതിരെയാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നൽകാൻ, അങ്ങനെ പുറത്തുവിടാൻ സാധിക്കില്ലെന്ന് PSC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ PSCക്ക് അനുകൂലമായൊരു തീരുമാനം തന്നെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും PSCയുടെ അപേക്ഷയ്ക്ക് അനുകൂലമായൊരു തീരുമാനം താൽക്കാലികമായി സ്റ്റേ രൂപത്തിൽ കോടതി വന്നിട്ടുണ്ട്. ഇനി അതിൽ വിശദമായി വാദം കേട്ടു മറുപടി പറയും. അതായത് 1-2 റാങ്കുകാർക്ക് നിയമനം നൽകിയത് ഈ റാങ്ക് പട്ടിക തെറ്റിച്ചാണ്, അങ്ങനെ കുറേ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു. അതിൽ 3-ാം റാങ്കുകാരനാണ് ഈ ആക്ഷേപവുമായി മുന്നിൽ വന്നത്. ചില സംഘടനകൾ അയാൾക്കൊപ്പം ചേർന്നു. ആ വിവരാവകാശ അപേക്ഷ കൊടുത്തു. ആ വിവരാവകാശ അപേക്ഷയിന്മേലാണ് വിവരാവകാശ കമ്മീഷൻ നേരത്തെ പറഞ്ഞ ഉത്തരവ്, ഈ രേഖകളെല്ലാം കൊടുക്കണം എന്ന ഉത്തരവ് കൊടുത്ത് അത് പറ്റില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. 1 മാസത്തേക്കാണ് സ്റ്റേ.